രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. വലിയ പരിപാടികൾക്ക് ക്ഷണിക്കാറില്ലെന്നും ക്ഷണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയെന്നും അഖിലേഷ് യാദവ് ചോദിച്ചു. ബൽറാം രംഗാടി നൽകും ഡൽഹിയിൽ നിന്നും അതിൻ്റെ വിവരങ്ങൾ. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാണ് ഇത്തരം പ്രതികരണങ്ങൾ തന്നെ വരുന്നത്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചില്ല, അത് മാത്രമല്ല വലിയ പരിപാടികൾക്ക് ക്ഷണം ലഭിക്കാറില്ല എന്ന് പറയുന്നത് അഖിലേഷ് യാദവാണ്. എന്താണ് ഇങ്ങനെയൊരു പ്രതികരണത്തിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഒപ്പം ഇനിയിപ്പോൾ ഇതിലൊരു തുടർ പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രജിൻ, ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ കോൺഗ്രസ് അറിയിച്ചിരുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ എല്ലാ പാർട്ടികളെയും ക്ഷണിച്ചതായാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. എന്നാൽ തുടർച്ചയായി ഇന്ത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ സഖ്യകക്ഷിയാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന് പരസ്യമായി അറിയിക്കുന്നത്. നേരത്തെ ബംഗാളിലേക്ക് യാത്ര പ്രവേശിക്കാനിരിക്കെ മുഖ്യമന്ത്രി മമതാ ബാനർജി തങ്ങളെ അറിയിക്കുക പോലും ഉണ്ടായില്ല എന്ന് പ്രതികരിച്ചിരുന്നു. ശക്തമായ ഭാഷയിലാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശനം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശിലേക്ക് ഭാരത് ജോഡോ ന്യായ് യാത്ര ഈ മാസം 14-ന് പ്രവേശിക്കാനിരിക്കെയാണ് ഇപ്പോൾ ക്ഷണം ലഭിച്ചില്ല എന്ന ആരോപണവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് വലിയ പരിപാടികൾക്ക് സമാജ്വാദി പാർട്ടിയെ ക്ഷണിക്കാറില്ല എന്നും ഇത്തരം പരിപാടികൾക്ക് ക്ഷണം ലഭിക്കാതെ എങ്ങനെയാണ് പങ്കെടുക്കുക എന്നുമാണ്, ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എങ്ങനെ എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം എന്നുള്ളത്. ഒപ്പം തന്നെ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അക്കാര്യത്തിലും അദ്ദേഹം വിശദീകരണം നൽകി. തന്റെ വീട് ഗംഗാജലം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചു എന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് തന്നെ ക്ഷണിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്ര ഏറ്റവും ദീർഘമായ പര്യടനം നടത്തുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഈ മാസം 14-ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കുന്ന യാത്ര 20 ജില്ലകളിലൂടെ സന്ദർശനം നടത്തുന്നുണ്ട്. 11 ദിവസത്തോളം ഉത്തർപ്രദേശിലൂടെ യാത്രാ പര്യടനം നടത്തും. അതിനിടെയാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പാർട്ടിയും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ സഖ്യകക്ഷിയുമായ സമാജ്വാദി പാർട്ടിയെ ഈ യാത്രയിലേക്ക് ക്ഷണിച്ചില്ല എന്ന ആരോപണവുമായി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ രംഗത്ത് വരുന്നത്. ശരി.